ശവം? ഞാനിപ്പോ ശവമാകും. തന്നെക്കാൾ പ്രായമുള്ള സ്ത്രീയെ പുരുഷൻ വിവാഹം കഴിക്കുന്നത് ശരിയോ? ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ? എന്റെ മറുപടി വളരെ സിമ്പിൾ ആണ്. ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ചോയ്സ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അത് ശരിയായ ഒരു മറുപടിയല്ലോ. ഇത്ര അങ്ങനെ പറയാൻ പറ്റൂല. താങ്കളുടെ ബ്രദർ താങ്കളുടെ അമ്മയുടെ പ്രായമുള്ള ഒരാളെ വീട്ടിൽ അമ്മയുടെ ഒപ്പം തന്നെ കൂട്ടിക്കൊണ്ട് വരുന്നു കല്യാണം കഴിച്ച്. എന്തൊരു ശുദ്ധ വിഡിത്തരമാണത്. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. എന്റെ വീട്ടിലുള്ള ആൾക്കാർ എന്തിനാ ശാരീരികത്തില് ഈ കോൺവെർസേഷന്റെ ശാരിക സംസാരിക്കുന്ന രീതിയായിട്ട് ആർക്കാണെങ്കിലും ഫീൽ ആവും. അങ്ങനെ ഒരു മാജിക്കൽ സ്കില്ല് ശാരികയ്ക്ക് ഉണ്ട്. പേ പിടിച്ചൊരു പട്ടിയെ പോലെ ഞാൻ ഓടി നടക്കുന്നത്. You have the amazing skill to make someone feel bad, ശാരിക. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചു. ഡോക്ടർ സ്ലൈൻ ഡോക്ടർ കണ്ണുകൾ കണ്ടാൽ തന്നെ അറിയാം. ഡോക്ടർ അതിനൊന്നും ഓക്കെ അല്ല. എന്റെ കണ്ണിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? നിങ്ങളുടെ വിചാരം നിങ്ങൾ മാത്രം വലിയ ഗ്രേറ്റ് സൈക്കോളജിസ്റ്റ്, നിങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ വായിക്കാൻ സാധിക്കത്തുള്ളൂ, കാണാൻ സാധിക്കും. നിങ്ങളുടെ മുഖത്തിന്റെ മറ്റൊരു മുഖം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ടായി. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അകക്കണ്ണാൽ ഹിമവൽ ചൈതന്യ സ്വാമിജി എല്ലാം കാണും അറിയും. ശാരികയ്ക്ക് ഗ്രേറ്റ് സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ ശാരിക പഠിച്ചിട്ട് ആവശ്യമൊന്നുമില്ല. എനിക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സൈക്കോളജി പഠിക്കുക അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആകുന്നത്. വെരി സിമ്പിൾ. ഇതൊക്കെ എന്ത്? നീ എന്തിനാ പഠിക്കണേന്ന്? നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. എന്താണെങ്കിലും ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ശാരിക പേഷ്യൻസിനെ കാണാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പേഷ്യൻസിനോടും ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അത് അവരുടെ കണ്ടീഷൻ എന്റെ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഒരു പണ്ടേ നോർമലായിട്ട് പുറത്തിറങ്ങി പൊളിയായി മാറും. ഞാനാണ് സൈക്കോളജി നിങ്ങളുടെ സാന്നിധ്യം. നീ ആഗ്രഹിക്കുന്ന ഒരു പരിധി വേണ്ടേ? കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ ഇഷ്ടം തുടങ്ങും എന്തെങ്കിലും തോന്നുമ്പോ ആൻസർ ചെയ്യും. തോന്നുമ്പോ ഒച്ചെടുക്കുക, ഓപ്പോസിറ്റ് മാത്രമല്ലേ നിപ്പുള്ളൂ. എന്തിനാണ് പേടി എനിക്ക്? പക്ഷേ ഈ കാര്യത്തില് ശരിയായ ഭാഗത്താണ്. അതാണൊരു പേടി. അല്ല പേടിയല്ല, ഒരു ഭയം. ഭയം. ഇഷ്ടംപോലെ ഗ്യാസ് ലൈറ്റ് വീട്ടിലുണ്ടോ? ഡോക്ടർ ഗ്യാസ് ലൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അല്ല, ശാരികയുടെ കയ്യിലുണ്ടല്ലോ, പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. ശാരികയുടെ ഈ ഒച്ച ഇത് കേട്ടിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. ശാരിക ഈ പറയുന്ന കാര്യങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല. എനിക്ക് സൂക്ഷിക്കണം, അടിയന്തരമായി ചികിത്സിച്ചേ പറ്റൂ. ഒരു 19 വയസ്സുകാരൻ അല്ലെങ്കിൽ 20 വയസ്സുകാരൻ 40 വയസ്സുള്ള സ്ത്രീ വിവാഹം കഴിക്കുക, 50 വയസ്സുള്ള സ്ത്രീ വിവാഹം. ഇവനെയൊക്കെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ഇതിനൊക്കെ യഥാർത്ഥ ഉദ്ദേശം പ്രണയമൊന്നുമല്ല. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ഒരു പ്രാവശ്യം വിവാഹം കഴിച്ച ഒരാൾക്ക് പിന്നെ ഏതൊരു സ്ത്രീയോടോ പുരുഷനോടോ തോന്നുന്ന പ്രണയം അതൊരു മാംസ നിബിദ്ധം മാത്രമാണ്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അല്ലെങ്കിൽ അവന് മറ്റേത് കൂടിയിട്ട്, അതായത് വികാര വിക്ഷുബ്ധത കൂടിയിട്ട് ചെയ്യുന്ന ഒരു മാറ്റവും ഇല്ലല്ലോ. അപ്പൊ എങ്ങനെയാ? ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?